ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മേഘ്നയുടെ അഹങ്കാരിയായിട്ടുള്ള അനിയത്തിക്ക് അതുപോലെ തന്നെ അമ്മക്കും വലിയൊരു തിരിച്ചടി തന്നെ കിട്ടാൻ പോണത്. നല്ലൊരു പയ്യൻ കല്യാണ രചനയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മനോഹറാണ്. അങ്ങനെ നമ്മുടെ മേഘ്നയും അതുപോലെ തന്നെ കല്യാണിയും കൂടി ടെക്സ്റ്റൈലിൽ പോകുമ്പോഴാണ് കാഴ്ച കാണുന്നത്. നമ്മുടെ മേഘ്നയുടെ അനിയത്തി ഉണ്ടല്ലോ, അനിയത്തി മനോഹറും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പവും അതുപോലെ തന്നെ തുണി എടുത്ത് കൊടുക്കുമ്പോൾ മനോഹരൻ മേത്ത് വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർ ഭയങ്കര ഒരു എന്താ പറയുക, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഡ്രസ്സ് എടുക്കാൻ വരില്ല, ആ ഒരു പർച്ചേസിന് വേണ്ടി വന്നിരിക്കുകയാണ്. അത് കാണുമ്പോഴും മേഘന പൊട്ടിക്കരഞ്ഞു പോവാട്ടോ. ആ സമയത്ത് കല്യാണി വരുന്നുണ്ട്. എന്ത് പറ്റി മേഘന, എന്തിനാ കരയണം ചോദിക്കുമ്പോൾ നോക്ക് ചേച്ചി അതെന്ന് പറയുവാണ്. അപ്പോഴാണ് കല്യാണി ആ കാഴ്ച കാണുന്നത്. വേറെ ഒന്നുമല്ല, മേഘനയുടെ അനിയത്തി കല്യാണം കഴിക്കാൻ പോകുന്നത് മനോഹരനെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്ന കല്യാണിക്കും ആകെ ദേഷ്യം വരുവാണ്. ഈ കാര്യം കല്യാണി വീട്ടിൽ വന്നിട്ട് കിരണിനോട് പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ഇനി അവന് വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല, നമ്മളെ സഹായിക്കുന്നുണ്ട് ശരിയാണ്, പക്ഷെ ഈ സഹായത്തിനേക്കാളൊക്കെ എത്രയോ വലുതാണ് പാവപ്പെട്ട പെമ്പിളയുടെ ജീവിതം. അതുകൊണ്ട് അവൻ്റെ ഈ അസുഖം കൈയോടെ മാറ്റണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മേഘനയുടെ അനിയത്തിയുടെ അടുത്ത് സത്യങ്ങളൊക്കെ തെളിവ് സഹിതം കിരണും കല്യാണി പറയുവാണ്. അങ്ങനെ മേഘനയുടെ അനിയത്തിക്ക് ആ കാര്യം മനസ്സിലാവാണ്. അങ്ങനെ കല്യാണമൊക്കെ മുടങ്ങും കേട്ടോ. മുടങ്ങുമെന്ന് മാത്രമല്ല, മേഘനയുടെ അനിയത്തിയുടെ സ്വഭാവം വെച്ച് മേഘനയുടെ അനിയത്തി മനോഹരന്റെ മുഖം അടിച്ച് പൊട്ടിക്കാനും ചാൻസ് ഉണ്ട്. ഇതോടുകൂടി മിക്കവാറും മേഘനയുടെ അനിയത്തിയുടെ ജീവിതം രക്ഷിച്ചത് മേഘനയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ടിട്ടല്ലേ കല്യാണി ഇത് അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ മേഘനയുടെ അനിയത്തിയും അമ്മയൊക്കെ മേഘനയോട് ക്ഷമിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെയായിരിക്കും മിക്കവാറും ഇവരൊന്നാവണത്. എന്തായാലും മനോഹരനിട്ട് നല്ലൊരു തിരിച്ചടി തന്നെയാണ് ആ കുട്ടി കൊടുക്കാൻ പോണത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായി അതൊരു ഇടിവെട്ട് സാധനമാണ്. അതിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മനോഹരനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇനി മനോഹരനെ നമ്മുടെ കിരൺ ഒരു ചാൻസ് പോലും കൊടുക്കില്ല. കാരണം എത്ര ചാൻസുകൾ കൊടുത്താലും മനോഹരന്റെ കോഴി സ്വഭാവം മാറില്ലെന്ന് കിരണിനും മനസ്സിലായി. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.